ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് പഞ്ചവർണ്ണ തത്തേൻ്റെ കൂടെയാണ് ഉള്ളത്. നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ്. തത്തേൻ്റെ കയ്യിലൊരു മൂടിയുണ്ട്. അപ്പോൾ അതുമ്മൽ കളിച്ചുകൊണ്ട് കേട്ടോ. ചിക്കു എന്നാ തത്തേൻ്റെ പേര്. പഞ്ചവർണ്ണ തത്തയാണ്, നല്ല ഭംഗിയുള്ളൊരു തത്ത കേട്ടോ. എനിക്കാദ്യം പേടിയായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യില്ല, നമ്മളെ കയ്യിൽ വെച്ച് അങ്ങനെ ഇരുന്നാൽ മതി പറഞ്ഞു. നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. മൂപ്പര് ആ ഒരു മൂഡിയിലാണ് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തണലിലേക്ക് പോയി. അപ്പോൾ അവിടെ ചോക്കോബാർ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോക്കോബാറും ഒരു മാംഗോ ബാറും വാങ്ങി ഞങ്ങൾ കഴിച്ചിട്ടോ. അപ്പോഴാണ് മൊറയൂരുള്ള റഹ്മാനിക്കാനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പഞ്ചവർണ്ണ തത്ത ഉണ്ടായിരുന്നു, അതുപോലെ ഇഗാന ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ എക്സ്പോയ്ക്കൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ അവർ അങ്ങനെ ബീച്ചിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചു. നമ്മൾ കുറച്ച് സമയം ഞങ്ങൾ ഒന്നും കൂടെ ബീച്ചിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ആ തട്ടുകട ലക്ഷ്യമാക്കിയിട്ട് കേട്ടോ നടക്കുന്നത്. നമുക്കവിടെ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നല്ല വെയിലാണ്. കാലിങ്ങനെ മണലിൽ പൂണ്ട് പോവുക, നടക്കാനേ പറ്റുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ ഒരുവിധം അതിൻ്റെ ആ ഒരു തണലത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയിട്ടോ അവിടുത്തെ ആ ഒരു ഉപ്പിലിട്ടത്. അപ്പോൾ ഏതെടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായി. അപ്പം ഞാൻ അമ്പഴങ്ങ ചോദിച്ചു. അമ്പഴങ്ങ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എലന്തപ്പഴം കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. എലന്തപ്പഴം വാങ്ങിച്ചു. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല എലന്തപ്പഴമായിരുന്നു. അന്നപ്പോൾ ചേച്ചിയും കൂടെ ഒന്ന് വാങ്ങിച്ചേ. അപ്പോൾ ഒന്ന് കഴിച്ച് ഞാൻ കഴിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടായിരുന്നേ. അങ്ങനെ ചേച്ചീൻ്റെത് അവൾ കഴിച്ചപ്പം എന്താ പറയുക, ആകെ സുഖമില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കി വേറൊരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടോ. ഞങ്ങളതൊക്കെ അവിടെ നിന്ന് കഴിച്ച് നല്ല ഉപ്പും എരിവും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നവരെന്തായാലും ഇതൊക്കെ ഒന്ന് വാങ്ങി കഴിച്ച് നോക്കണേ. അപ്പോൾ ഞങ്ങൾ പഞ്ചവർണ്ണ തത്തേനെ ഒന്ന് കയ്യിലിരുത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതിനെ തോളത്താട്ട വെച്ച് തന്നത്. എനിക്ക് പേടിയായിട്ട് ഞാൻ ഉള്ളിൽ ഭയങ്കര ഒരു വിറയലായിരുന്നേ. അപ്പം അവൻ്റെ കയ്യിൽ എൻ്റെ മുഖത്തൊരു ഉമ്മയൊക്കെ വെച്ച് തന്നിട്ടോ. ഒരു മൂടിയുണ്ട്, അപ്പം അതിലിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ കളിക്കാൻ വേണം എപ്പോഴും. കുറച്ച് സമയമൊക്കെ എങ്ങനെ വെച്ചിരുന്നു, എനിക്കൊരു പേടിയായി. പിന്നെ കയ്യിലേക്ക് ഇറക്കി വെച്ചെന്നേ. പാവാണ്, ഒന്നും ചെയ്യൊന്നുമില്ല. മൂപ്പര് സൈലൻ്റായിട്ട് അവിടെ നിന്നോളും. അപ്പം അദ്ദേഹത്തിൻ്റെ വീട് മൊറയൂരാണ്, പേര് റഹ്മാനിക്ക എന്നാണ്.
അപ്പോൾ ഇങ്ങനെ പക്ഷികളായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്താ പറയുക, ട്രെയിനിങ് കിട്ടിയ പക്ഷികളായതിനെ കൊണ്ട് അവരുടെ കയ്യിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ഇക്കനെ കാണണം എന്നുള്ളൊരു മൊറയൂർ വന്നാൽ മതിയേ. മലപ്പുറം ജില്ലയിലെ മൊറയൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം ഞങ്ങളെ നാട്ടുകാരനും കൂടിയാണ്. ഞാൻ കൊണ്ടോട്ടിയായ കാരണം നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ അവിടുന്ന്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് പേടിയായി തുടങ്ങിയ കുറച്ച് നേരം അതിനെ കൊഞ്ചിച്ചങ്ങനെ നിന്നിട്ടോ. നല്ല ഭംഗിയാണ്, നമുക്ക് അതിൻ്റെ അടുത്ത് പോകാനേ തോന്നില്ല. ഞങ്ങൾ അവിടുന്ന് പോയത് അപ്പോൾ ചിക്കൻ എനിക്ക് ഷെയ്ക്കൻ്റെ ഒക്കെ തന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ കൂന് ഭയങ്കര നാണട്ടോ, അവൾ തിരിഞ്ഞ് നോക്കാതെ കേട്ടോ എനിക്ക് ഷെയ്ക്കൻ്റെ ഒക്കെ തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പുറത്തേക്ക് പോകുന്ന വഴി ഇതാ പുളിയച്ചാറ് കണ്ടിട്ടോ. അത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പം ഞാനത് ചേച്ചി എനിക്കത് വാങ്ങിച്ചു തന്നിട്ടോ. അപ്പം ഞങ്ങൾ അതും കഴിച്ച് കുറച്ചങ്ങ് നടന്നു പോവുകയാണ്. റോഡിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ദൂരമുള്ളൂ അപ്പുറത്തെത്താനായിട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ അവൻ്റെ അമ്മോ എന്തൊരു വെയിലാണേ, നമുക്ക് വെയിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങളതൊക്കെ സഹിച്ച് ഇതാ അപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശാലമായി നല്ല സൗകര്യമുണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. മറ്റു സ്ഥലത്തെ പോലെയല്ല, ഇവിടെ കട്ടൊക്കെ വലിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. മരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ഇരിക്കാം. ഞങ്ങൾ വീണ്ടും പഞ്ചവർണ്ണ തത്തേനെ കണ്ടിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ.